അടുത്ത പ്രോപ്പർട്ടി എഴുതിക്കോ. കോംപ്ലക്സ്. ബോയ്സ് എല്ലാവരും എഴുതിയെടുത്തോണം. കോംപ്ലക്സ് കോൺജുഗേറ്റ് property. Please write complex conjugate property. Based on this property, if DFT of x of n is x of k, then the conjugate of x of n, the conjugate of x of n, the conjugate of x of n will be equal to x conjugate n minus k. We can again write this as x conjugate minus k mod of n. ഓക്കെ, ഒരു ബോക്സിലായിരിക്കോ. ഇതാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ എക്സ്പ്രഷൻ ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. എഴുതിയോ എല്ലാവരും? വൈഷ്ണവ് എഴുതിയോ? നമുക്കിനി പ്രൂഫിലോട്ട് പോവാം. ഈ പ്രോപ്പർട്ടിയുടെ പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ DFT അപ്ലൈ ചെയ്ത് ടേംസ് സ്പ്ലിറ്റ് ചെയ്ത് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്തിന്റെ DFT എടുക്കണം? കോൺജുഗേറ്റിന്റെ DFT എടുക്കണം. DFT ഓഫ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n വിൽ ബി ഈക്വൽ ടു എന്താ? DFT ഓഫ് എക്സ് ഓഫ് n എന്താ? അവിടെ എക്സ് ഓഫ് കോൺജുഗേറ്റ് അപ്ലൈ ചെയ്താൽ പോരെ? സിഗ്മ n ഈക്വൽ ടു 0 ടു n മൈനസ് 1 x conjugate of n e raised to minus j 2 pi k n by n. ഓക്കെ, ഇതാണ് DFT ഓഫ് എക്സ് കോൺജുഗേറ്റ് n. നമുക്ക് ഈ കോൺജുഗേറ്റിനെ കോമൺ ആക്കാം. n മൈനസ് 1 x of n e raised to j 2 pi k n by n. അത് ദ ഹോൾ കോൺജുഗേറ്റ്. ഈ കോൺജുഗേറ്റ് പുറത്തെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ മൈനസ് പ്ലസ് ആയത്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, n equal to 0 to n minus 1 x of n e raised to j 2 pi k n by n into e raised to minus j 2 pi n n by n, the whole conjugate. ഇത് 1 അല്ലേ? ഇനി വ്യത്യാസം വരില്ലല്ലോ നമ്മൾ ഈ ഒരു ടേം ആഡ് ചെയ്തു എന്നും പറഞ്ഞു. ഓക്കെ, ഇത്ര എഴുതിയോ എല്ലാവരും? എഴുതിയോ എല്ലാവരും ഇത്രയും? ബോയ്സ് ആദിൽ എഴുതിയോ? വൈഷ്ണവ് എഴുതിയോ ഇത്രയും? വൈഷ്ണവ്, ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് ആ രണ്ട് ഈ ടേംസ് കോമൺ ആക്കണം. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? DFT ഓഫ്
എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ എന്തെഴുതാം നമുക്ക്? സിഗ്മ n ഈക്വൽ ടു 0 ടു n മൈനസ് 1 എക്സ് ഓഫ് n ഇ റേസ് ടു മൈനസ് ജെ 2 പൈ n n മൈനസ് കെ ബൈ n. മൈനസും കോമൺ എടുത്തു, എന്നും കോമൺ എടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു എന്താണിത്? എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടി പ്രൂവ്ഡ് ആയല്ലോ. ഡി എഫ് ടി ഓഫ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ വിൽ ബി എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇൻവേഴ്സും കൂടെ പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഐ ഡി എഫ് ടിയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം എഴുതിക്കോ. ഐ ഡി എഫ് ടി എടുത്തേ, എക്സ് ഓഫ് കെയുടെ ഐ ഡി എഫ് ടി. എക്സ് കോൺജുഗേറ്റ് ഓഫ് കെയുടെ ഐ ഡി എഫ് ടി എടുത്തേ. ഐ ഡി എഫ് ടിയുടെ ഇക്വേഷൻ എന്താ? 1 ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 പൈ കെ എൻ ബൈ എൻ. ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തോ. കോൺജുഗേറ്റ് കോമൺ എടുക്കുക, ഈ ടേംസ് ആഡ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, എഴുതുക. ഇത്രേ ഉള്ളൂ. 1 ബൈ എൻ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 പൈ കെ എൻ ബൈ എൻ. ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു 1 ബൈ എൻ. എൻ്റെ കൂടെ എഴുതി വരണം എല്ലാവരും. 1 ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 പൈ കെ എൻ ബൈ എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ ബൈ എൻ. മൈനസ് ജെ 2 പൈ കെ എന്ന് പറയുമ്പോൾ അത് 1 ആണ്. അതുകൊണ്ട് അവിടെ വ്യത്യാസം വരില്ല. നമ്മളൊരു 1 ടേം ആഡ് ചെയ്യുന്നേ ഉള്ളൂ അവിടെ. ഇ റേസ് ടു ബേസിൽ ഈക്വൽസ്. എല്ലാവരും ഇത്ര എഴുതിയോ? കമ്പൈൻ ചെയ്തേ ഈ ടേംസ്. എഴുതിയല്ലോ. ഈക്വൽസ്. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 1 ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 പൈ കെ എൻ മൈനസ് എൻ. ഓക്കെ, കെ ആണ് കോമൺ എടുത്തത് ഇവിടെ. എൻ മൈനസ് എൻ ബൈ എൻ ദ ഹോൾ കോൺജുഗേറ്റ്. നമുക്ക് എന്ത് കിട്ടും? എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് എൻ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇൻവേഴ്സും പ്രൂവ് ആയല്ലോ. ഐ ഡി എഫ് ടി ഓഫ് എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ can be written as x conjugate of n minus n. എല്ലാവരും എഴുതിയോ ഈ പ്രോപ്പർട്ടി? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാം. എഴുതിക്കോ. ഡി എഫ് ടി ഓഫ് ഡിലേഡ് സീക്വൻസ്. ഡി എഫ് ടി ഓഫ് ഡിലേഡ് സീക്വൻസ്. ഓക്കെ,
നമുക്കറിയാം എക്സ് ഓഫ് എൻ എന്താണ് ഇതില്, ഒരു ഡിസ്ക്രീറ്റ് സീക്വൻസ് അല്ലേ, ഒരു ഡിസ്ക്രീറ്റ് സീക്വൻസ് അല്ലേ എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ ഒരു ഡിസ്ക്രീറ്റ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ എക്സ് ഡാഷ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. അതെന്ന് പറഞ്ഞാൽ ഡിലേഡ് ഓർ ഷിഫ്റ്റഡ് സീക്വൻസ് ഓഫ് എക്സ് ഓഫ് എൻ. ഓക്കെ, delayed or shifted sequence of x of n by n0 units of time. എഴുതിക്കോ, x of n is discrete sequence, therefore x dash of n will be delayed or shifted sequence of x of n by n0 units of time. Delayed എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്താണ് എക്സ് ഓഫ് എൻ ഉണ്ട്, എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീക്വൻസ് ഉണ്ട്. നമ്മൾ അതിനെ n0 യൂണിറ്റ്സ് ഓഫ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, സീക്വൻസിനെ അല്ലെങ്കിൽ സാമ്പിൾസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സെയിം സീക്വൻസിനെ നമ്മൾ ഒരു n0 യൂണിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ എക്സ്പ്രഷൻ എഴുതിക്കോ. എന്തായിരിക്കും ഡിലേഡ് സീക്വൻസ് പ്രോപ്പർട്ടി പറയുന്നത്? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ എക്സ് ഓഫ് കെ ആണെങ്കിൽ ദെൻ ഡി എഫ് ടി ഓഫ് എക്സ് ഡാഷ് ഓഫ് എൻ വിൽ ബി ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് n minus n0 comma mod n. ഓക്കെ, അത് നമുക്ക് എന്ത് എഴുതാം? ഇത് എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 2π n0 യൂണിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യല്ലേ, n0 k ബൈ n. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത്. ഇതൊന്ന് ബോക്സിലായിരിക്കും നിങ്ങൾ. അതായത് നമ്മൾ ഒരു എക്സ് ഓഫ് എൻ എടുത്താലും അതേ സാമ്പിൾസ് നമ്മൾ n0 യൂണിറ്റ്സ് ഓഫ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും രണ്ട് കേസിലും ഡി എഫ് ടി സെയിം ആയിരിക്കും. ഓക്കെ, therefore DFT of x dash of n will be equal to DFT of x of n minus n0 mod n, which will be equal to x of n e raised to minus j 2π n0 k by n. ഓക്കെ, എഴുതിയെടുത്തോ. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. എന്താണ് ഐ ഡി എഫ് ടി? നമ്മളിവിടെ ഐ ഡി എഫ് ടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബൈ definition of IDFT, we can write x of k, IDFT of x of k as x of n, which will be 1 by n sigma k equal to 0 to n minus 1 x of k e raised to j 2π by n n k. ഓക്കെ, നമ്മൾ എന്താണ് n0യിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് n by n minus n0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഓഫ് n minus n0 ആസ് 1 by n sigma n equal to 0 to n minus 1 x of k e raised to j 2π by n minus n0. ഓക്കെ, n minus n0 മാറ്റും k. ഓക്കെ, ഇനി എന്തെഴുതാം? സ്പ്ലിറ്റ് ചെയ്യാലോ ഇതിനെ. 1 by n sigma n equal to 0 to n minus 1 x of k e raised to minus j 2π by n n0.
k ഇൻറ്റു ഇ റേസ് ടു ജെ 2π ബൈ എൻ എൻ കെ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ, ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എഴുതാം? എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ ക്യാൻ ബി റിട്ടേൺ ആസ്. ഇത്ര എന്താണ് ഐ ഡി എഫ് ടിയുടെ എക്സ്പ്രഷൻ അല്ലേ ഇത്രയും? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ ഇതും ഈ റേസ് ടു, അപ്പം ഇതും ഇത്രയും നമുക്ക് ഐ ഡി എഫ് ടി ആയിട്ട് പോകും. എന്നിട്ട് ഈ ടേം മാത്രമല്ലേ ബാക്കി വരൂ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2π ബൈ എൻ എൻ സീറോ കെ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ എല്ലാവർക്കും? മനസ്സിലായോ ഇത്രയും? മനസ്സിലായോ അഷ്ന? വൈഷ്ണ, നമ്മൾ എടുത്ത സാമ്പിൾസിന്റെ എന്താണ്, നമ്മൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്, ടൈം ഷിഫ്റ്റ് ചെയ്യാണ് സാമ്പിൾസ് എൻ സീറോയിലേക്ക്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ നോക്കുക, ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് കെ ആണെങ്കിൽ ദെൻ ഡി എഫ് ടി ഓഫ് എക്സ് ഡാഷ് ഓഫ് എൻ എന്ന് പറയുന്നത് ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ മോഡ് എൻ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. Okay, which will be equal to x of k e raised to minus j 2π n0 k by n. Okay, അതാണ് നമ്മുടെ ഡിലേഡ് സീക്വൻസ്, ഡി എഫ് ടി ഓഫ് ഡിലേഡ് സീക്വൻസ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ഐ ഡി എഫ് ടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് ഓഫ് കെയുടെ ഐ ഡി എഫ് ടി നമ്മൾ എടുക്കുമ്പോൾ എന്താണ് എക്സ് ഓഫ് കെയുടെ ഐ ഡി എഫ് ടി എടുക്കുമ്പോൾ എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ എക്സ് ഓഫ് കെ കിട്ടുവാണെങ്കിൽ എക്സ് ഓഫ് കെയുടെ ഐ ഡി എഫ് ടി, അതായത് ഇൻവേഴ്സ് നോക്കുക വൈഷ്ണവ്, നമുക്ക് എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ എക്സ് ഓഫ് കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഐ ഡി എഫ് ടി നമുക്ക് തിരിച്ചു കിട്ടും. അതായത് എക്സ് ഓഫ് കെയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ കിട്ടും. ഓക്കെ, based on this we are taking IDFT of x of k equal to 1 by n sigma k equal to 0 to n minus 1 x of k e raised to j 2π by n n k. നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് സീക്വൻസിനെ n0 യൂണിറ്റ്സ് ഓഫ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നിനെ n മൈനസ് സീറോയിലേക്ക് റീപ്ലേസ് ചെയ്യണം. സെയിം ഫോർമുലയിൽ എന്ത് ചെയ്യാണ്? നമ്മൾ എന്നിനെ എല്ലാം n മൈനസ് എൻ സീറോ ആക്കിയതിന് ശേഷം ഐ ഡി എഫ് ടി ഫോർമുലയിൽ വരുന്ന ടേംസിനെ കമ്പൈൻ ചെയ്ത് എഴുതുക. ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 2π ബൈ എൻ എൻ സീറോ കെ. ഓക്കെ, എഴുതിയോ എല്ലാവരും ഇത്രയും? നമുക്ക് ഇപ്പൊ എന്താണ് കിട്ടിയത്? x of n minus n0 equal to IDFT of x of k into e raised to minus j 2π by n n0 k. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡി എഫ് ടി എടുത്തേ, രണ്ട് സൈഡും ഡി എഫ് ടി എടുത്തേ. ടേക്ക് എഴുതിക്കോ, ടേക്ക് ഡി എഫ് ടി ഓൺ ബോത്ത് സൈഡ്സ്. എടുത്തേ, ഈ സൈഡ് ഡി എഫ് ടി എടുത്ത എന്താണ്? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ ഈക്വൽ ടു ഡി എഫ് ടി എടുത്ത ഈ ഐ ഡി എഫ് ടി പോത്തില്ലേ? അപ്പം എന്ത് കിട്ടും നമുക്ക്? വെറും എക്സ് ഓഫ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2π ബൈ എൻ എൻ സീറോ കെ. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ കിട്ടിയല്ലോ പ്രോപ്പർട്ടി അനുസരിച്ച്. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി, ഡി എഫ് ടി ഓഫ് ഡിലേഡ് സീക്വൻസ്. ദാറ്റ് ഈസ് ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് n minus n0 equal to x of k e raised to minus j 2π by n n0 k. എഴുതിയോ എല്ലാവരും?
ഓക്കെ, ഇത് 7th പ്രോപ്പർട്ടിയാണ്. നമുക്കിനി 8th പ്രോപ്പർട്ടി നോക്കാം. ദാറ്റ് ഈസ് DFT ഓഫ് എ റിയൽ വാല്യൂഡ് സീക്വൻസ്. DFT ഓഫ് എ റിയൽ വാല്യൂഡ് സീക്വൻസ്. DFTയുടെ എക്സ്പ്രഷൻ എല്ലാവരും എഴുതിക്കുക. DFTയുടെ by definition of DFT. എന്താണ് DFT? എന്താണ് DFT? DFT of x of n എഴുതിക്കുക എല്ലാവരും. x of k equal to sigma n equal to 0 to n minus 1 x of n e raised to minus j 2 pi by n k n. ഇനി ഈ ടേമിനെ ഒന്ന് കോസൈൻ ടേം ഇ റേസ് ടു മൈനസ് ജെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നിങ്ങൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുള്ള ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ. ഇനി ഈ ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? കോസ് 2 pi by n into nk minus j sin 2 pi by n k. ഞാൻ നേരത്തെ സെക്കൻഡോ തേർഡോ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നു, ഓഡ് അല്ലെങ്കിൽ ഓഡ് ഓർ ഈവൻ, അതായത് ഈവൻ സീക്വൻസ് റിയൽ വാല്യൂസ് നമ്മൾ കോസ് ട്രാൻസ്ഫോർമേഷനും ഇമാജിനറി വാല്യൂസ് നമ്മൾ സൈൻ ട്രാൻസ്ഫോർമേഷനുമാണ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. കോസ് 2 pi by n into nk മൈനസ് j സൈൻ 2 pi by n into nk. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാവരും സിഗ്മ n equal to 0 to n minus 1 x of n cos 2 pi by n into nk minus j sigma n equal to 0 to n minus 1 x of n sin 2 pi by n into nk. ഇങ്ങനെ എഴുതാമല്ലോ. എല്ലാവരും എഴുതിയോ ഇത്രയും? ഓക്കെ, നമുക്ക് ഈ ടേമിനെ നമുക്ക് റിയൽ വാല്യൂസ് ആയിട്ടും ഈ ടേമിനെ നമുക്ക് ഇമാജിനറി വാല്യൂസ് ആയിട്ടും പറയാലോ. ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ എക്സ് ആർ ഓഫ് കെ എന്നും ഇതിനെ എക്സ് ഐ ഓഫ് കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്തെഴുതാം? DFT ഓഫ് എക്സ് ഓഫ് എൻ. DFT ഓഫ് എക്സ് ഓഫ് എൻ can be written as x r of k minus j x I of k. ഓക്കെ, വേർ ഇത്ര എഴുതിയോ എല്ലാവരും? വേർ എക്സ് ആർ ഓഫ് കെ എന്താണ്? സിഗ്മ n equal to 0 to n minus 1 x of n cos 2 pi by n into nk, and xi, that is imaginary values, are sigma n equal to 0 to n minus 1 x of n sin 2 pi by n into nk. ഓക്കെ, അപ്പൊ നമുക്ക് റിയൽ വാല്യൂസ് എന്തെഴുതാം? എക്സ് ആർ ഓഫ് കെ will be equal to sigma n equal to 0 to n minus 1 x of n cos 2 pi by n into nk, and imaginary values can be written as xi of k equal to minus j അല്ലേ, അപ്പൊ ഈ മൈനസ്
sigma n equal to 0 to n minus 1 x of n sine of 2 pi by n into nk. Okay, both are at interval 0 to 0 less than or equal to k less than or equal to n minus 1. അപ്പോൾ നമുക്ക് എഴുതാലോ ഡി എഫ് ടി ഓഫ് റിയൽ വാല്യൂഡ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ n equal to 0 to x of n cos 2 pi by n into nk. ഓക്കെ, എഴുതിയോ എല്ലാവരും ഈ പ്രോപ്പർട്ടി? എഴുതിയോ എല്ലാവരും? ഓക്കെ, നമുക്ക് അടുത്തൊരു ചെറിയ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. 9th പ്രോപ്പർട്ടി, അതായത് എഴുതിക്കോ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സീക്വൻസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സീക്വൻസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ രണ്ട് സീക്വൻസ്, രണ്ട് ഡിസ്ക്രീറ്റ് സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്തെഴുതാം? ഡി എഫ് ടി ഓഫ് x1 ഓഫ് n നമുക്ക് x1 ഓഫ് k എന്ന് എഴുതാം. ആൻഡ് ഡി എഫ് ടി ഓഫ് x2 ഓഫ് n നമുക്ക് എന്തെഴുതാം? x2 ഓഫ് k എന്ന് എഴുതാം. ഓക്കെ, എഴുതാലോ. നമുക്ക് വേണ്ട എന്താന്ന്? രണ്ട് സീക്വൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡി എഫ് ടി ഓഫ് എന്ത്? x1 ഓഫ് n ഇൻറ്റു x2 ഓഫ് n. ഓക്കെ, എഴുതിക്കോ എക്സ്പ്രഷൻ. നമുക്ക് എന്ത് കിട്ടും? 1/n ഇൻറ്റു x1 ഓഫ് k. എന്താണ് ഈ സിമ്പൽ? സർക്കുലാർ കൺവല്യൂഷൻ. സർക്കുലാർ കൺവല്യൂഷൻ ഓഫ് x2 ഓഫ് k. ഇതൊരു ബോക്സിലായിരിക്കും. ഇതിന് പ്രൂഫ് വേണ്ട, നിങ്ങൾ ഈ എക്സ്പ്രഷൻ പഠിച്ചാൽ മതി. ഡി എഫ് ടി ഓഫ് x1 ഓഫ് n x2 ഓഫ് n ഈക്വൽ ടു 1/n x1 ഓഫ് k x2 ഓഫ് k. സർക്കുലർ കൺവല്യൂഷൻ ബിറ്റ്വീൻ x1 ഓഫ് k ആൻഡ് x2 ഓഫ് k. എഴുതിയോ ഇത്രയും? എഴുതിയോ എല്ലാവരും? നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാം. ബോയ്സ്, ഓക്കെ, ഇനി നമുക്കൊരു കൊച്ചു തിയറം പഠിക്കാനുണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ എത്രാമത്തെ? 9th. ഇനി 10th പ്രോപ്പർട്ടി എഴുതിക്കോ. പാർസീവൽസ് തിയറം. പാർസീവൽസ് തിയറം എഴുതിക്കോ. പാർസീവൽസ് തിയറം. എന്താണ് പാർസീവൽസ് തിയറം പറയുന്നത്? Parseval's theorem says that the DFT is an energy conserving transformation. Okay, says that DFT is an എന്താണ്? എനർജി കൺസർവിംഗ് ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് പാർസീവൽസ് തിയറം പറയുന്നത്. ഓക്കെ, എന്തിനാണ് പാർസീവൽ തിയറം യൂസ് ചെയ്യുന്നത്? നമ്മൾ സിഗ്നൽ സാമ്പിൾസിനെ കണ്ടുപിടിക്കാനാണ് എന്തിനാണ് പാർസീവൽ തിയറം യൂസ് ചെയ്യുന്നത്. Okay, it also says that the signal samples is related to sum of squares of the magnitude of the DFT samples. Okay, it also says that signal samples is related to sum of squares of magnitude of DFT samples. എഴുതിക്കോ പാർസീവൽ തിയറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
Parseval's theorem states that the DFT is an energy conserving transformation and allows us to find the signal samples is related to sum of squares of the magnitude of DFT samples. ഈ തിയറം എല്ലാവരും എഴുതിയെടുത്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് we have to do a number of problems also. Okay, Parseval's theorem states that the DFT is an energy conserving transformation and allows us to find the signal samples is related to sum of squares of the magnitude of DFT samples. Okay, in the expression എങ്ങനെ എഴുതാം? If DFT of x1 of n is x1 of k and DFT of x2 of n is x2 of k, then എന്തെഴുതാം? Then sigma n equal to 0 to n minus 1 x1 of n into x2 of n conjugate can be written as 1 by n sigma k equal to 0 to n minus 1 x1 of k x2 conjugate of k. Okay, ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടോ. എന്താണ് പാർസീവൽസ് തിയറം പറയുന്നത്? DFT ഒരു എനർജി കൺസർവിംഗ് ട്രാൻസ്ഫോർമേഷൻ and also the signal samples are related to sum of squares of the magnitude of DFT samples. ഇതാണ് പാർസീവൽസ് തിയറം. അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? സിഗ്മ n equal to 0 to n minus 1 x1 of n x2 conjugate of n 1 by n equal to 1 by n sigma k equal to 0 to n minus 1 x1 of k x2 conjugate of k. Okay, എഴുതിയോ എല്ലാവരും പാർസീവൽസ് തിയറം? നമുക്കിനി ഒരു പ്രോപ്പർട്ടിയും കൂടെ നോക്കാം. ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് സർക്കുലർ കോറിലേഷൻ. എഴുതിക്കോ, സർക്കുലർ കോറിലേഷൻ. നമുക്ക് രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്യാം, എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ. രണ്ട് കോംപ്ലക്സ് വാല്യൂഡ് സീക്വൻസ് കൺസിഡർ ചെയ്യാം, എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ. അപ്പോൾ എഴുതിക്കോ, ഫോർ കോംപ്ലക്സ് വാല്യൂഡ് സീക്വൻസ് എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ. ഇതിന്റെ DFT എടുത്താൽ എന്ത് കിട്ടും? ഇഫ് DFT of x of n is equal to x of k and DFT of y of n എടുത്ത y of k
എഴുതാലോ. രണ്ട് കോംപ്ലക്സ് വാല്യൂഡ് സീക്വൻസിന്റെ DFT ഓഫ് എക്സ് ഓഫ് എൻ എക്സ് ഓഫ് കെയും DFT ഓഫ് വൈ ഓഫ് എൻ വൈ ഓഫ് കെ എടുത്ത് നമുക്ക് ബേസ്ഡ് ഓൺ സർക്കുലർ കോറിലേഷൻ we can say that DFT of R X Y L DFT of R X Y L R എക്സ് വൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ ക്രോസ് കോറിലേഷൻ സീക്വൻസ് ആണ്. ഓക്കെ, എഴുതിക്കോ. വേർ ആർ എക്സ് വൈ എൽ ഈസ് ദി സർക്കുലർ ക്രോസ് കോറിലേഷൻ സീക്വൻസ്. എന്താണ് കോറിലേഷൻ? എന്താണ് ക്രോസ് കോറിലേഷൻ? നമുക്ക് എക്സ് ഓഫ് എൻ എന്നുള്ളൊരു സീക്വൻസ് മാത്രമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ കോറിലേഷനെ കൺസിഡർ ചെയ്യും. പക്ഷേ രണ്ട് സീക്വൻസ്, അതായത് രണ്ട് സീക്വൻസ്, നമുക്ക് എക്സ് ഓഫ് എന്നും ഉണ്ട് വൈ ഓഫ് എന്നും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ക്രോസ് കോറിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആർ എക്സ് വൈ ഓഫ് എൽ can be written as circular cross correlation sequence. Okay, therefore DFT of RXYL can be written as DFT of sigma n equal to 0 to n minus 1 x of n y conjugate of n minus 1 mod n. Okay, which can be written as x of k y conjugate of k. ഇതൊരു ബോക്സിൽ ഇട്ടോ നിങ്ങൾ. ഇത് 11th പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടെ നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഇത് എഴുതിയിട്ടോ എല്ലാവരും? ഈ എക്സ്പ്രഷൻ എഴുതിയോ എല്ലാവരും? വൈഷ്ണവ് എഴുതിയോ? നാളെ എല്ലാവരും നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ.